ഇതിലേത് വെക്കാം? ആണോ? വായോ ചുറ്റില് സ്പൈഡർമാനെ കാണിച്ചേ. വാ അമ്മ, ഞാൻ അതിലേത് അറിയാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീരാ വ്ലോഗ്സ്. ഇച്ചിരി ദേഷ്യത്തിലാണല്ലേ? ഇച്ചിരി പ്രശ്നക്കാരനായിട്ട് നിൽക്കുവാണ് അല്ലേ? കാരണം എന്തുവാ ഇച്ചിട്ട് ദേഷ്യത്തിന്റെ കാരണം ഒന്ന് പറഞ്ഞേ. ചേച്ചി തല്ലുകൂടി. ചേച്ചി തല്ലുകൂടി. ചേച്ചി തല്ലുകൂടി. അതിന്റെ അകത്ത് ഏത് വരയ്ക്കണം അമ്മ? പറ. ഡോണറ്റ്സ്. വരച്ചൊന്നുമല്ല അമ്മ പറ. ഇത് ഒന്ന്, ഈ 1, 2, 3, 4, ഈ 4 എണ്ണത്തിൽ എന്തായിരിക്കും? ഹായ് ഫ്രണ്ട്സ്, ഇതാ റിച്ചുട്ട് ഹായ് പറഞ്ഞിരിക്കുന്നു. അവിടെ ഹായ്. ഹായ് മോനു. ഹായ്, റിച്ചുട്ടിന് ഇഷ്ടമായി തോന്നുന്നുണ്ട്. അത് ഹായ് മോനു ഇട്ടത്. ഹായ് ആന്റി, ചേച്ചിയാണോ? ഹായ് ചേച്ചി പറഞ്ഞേ. ഹായ് ചേച്ചി. ചേട്ടൻ വരച്ചു. ഹായ് ചേട്ടാ. ചേട്ടനല്ല, ചേച്ചിയാണ്. ഹായ് ഡിസ്നി ചേച്ചി എന്നറിയും. ഡിസ്നി ചേച്ചി ഇതാ മെസ്സേജ് അയച്ചേക്കുന്നത്. ഹായ് ചേച്ചി. കുട്ടി വന്നേ, ഹായ് പറഞ്ഞേ. ഹായ് എല്ലാവർക്കും ഒരു ഹായ്. എല്ലാവർക്കും ഹായ്. റിച്ചുന്റെ സ്പൈഡർമാന്റെ ഉടുപ്പ് കണ്ടില്ലേ? ഇത് കൊള്ളാവോ? ഇത് കാലെവിടെ? സ്പൈഡർമാന്റെ കാല് കാണിച്ചോക്കെ. സ്പൈഡർമാന്റെ കാല്, റിച്ചുന്റെ കാലല്ല, സ്പൈഡർമാന്റെ കാല് എവിടെ? ഇതാ ഇത് ഉണ്ട്. ഇൻ ചെയ്ത് കാണിച്ചല്ലേ കാല് കാണുള്ളൂ. ബാക്കിൽ ഇത് കാണിച്ചോട്ടെ. ബാക്കിൽ ഇവിടെയും വലിയൊരു സ്പൈഡർമാൻ. പിന്നെന്തുണ്ട്? സ്പൈഡർമാൻ. സ്പൈഡർമാന്റെ ബാഗ് ഉണ്ട് കേട്ടോ. സ്പൈഡർമാന്റെ ബാഗ് ഞങ്ങൾ സ്കൂളിൽ ഇതാക്കുള്ള സ്പൈഡർമാന്റെ ബാഗ്. പിന്നെ എന്താ? കാർ എന്ത് ചെയ്യും? സ്പൈഡർമാന്റെ ഫേസ് അല്ലേ? പിന്നെ സ്പൈഡർമാന്റെ നെറ്റ് ഉണ്ട്. അത് ഫേസ് നെറ്റ് ഉണ്ട് അല്ലേ? ഇവിടെ നെറ്റ് ഉണ്ട്. പിന്നെ എന്തേ? കാർ എന്തേ? കാർ കൊണ്ടുവച്ചു. കാറ് കാണിക്കണ്ടേ? കാണിച്ചിട്ട് വന്നേ പോയിട്ട്. കല്യാൺകുട്ടി ഇവിടെ പോവാ. പെട്ടെന്ന് വാ. ഹായ് ഫ്രണ്ട്സ്, താങ്ക് യു. ഡ്രസ് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. താങ്ക് യു. എല്ലാരും ചോറൊക്കെ കഴിച്ചോ? എന്താ ചെയ്യുന്നേ? ചായ കുടിക്കുന്ന സമയമാണോ അതോ? താങ്ക് യു. ഡ്രസ് കൊള്ളാവോ? താങ്ക് യു. ഓക്കെ, റിട്ടയർഡ് ആണല്ലേ? ഓക്കെ. ഞാൻ ലാബ് ടെക്നോളജിസ്റ്റ് ആണേ. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം റിസൈൻ വെച്ചത്. ഇപ്പൊ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നു. ഹായ് സന്ധ്യ. സന്ധ്യയുടെ വീട് എവിടെയാ? സുഖാണോ? ബോയ് അടിപൊളിയാണല്ലോ. ഇവൻ പോക്കിരിയാണ്. ഇവനെ കൊണ്ട് പറയാനേ പറ്റത്തില്ല. അസല് പോക്കിരി കുട്ടിയാണ്. അസല് സ്പൈഡർമാൻ ഫാനാണ്. ഫുൾ സ്പൈഡർമാൻ്റെ ഐറ്റംസ് മാത്രമേ ഇവനുള്ളൂ. കണ്ടോ? ഇത് കാറാണ് സ്പൈഡർമാന്റെ. സ്പൈഡർമാന്റെ കീ ചെയിൻ എന്ത് ചെയ്യേ? ഇനി ടിഫിൻ ബോക്സും കൂടി ഉണ്ട് കേട്ടോ. അത് സ്പൈഡർമാനാ. അത് നമുക്ക് പിന്നെ കാണിക്കാം. അയ്യോ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മോള് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണേ. മോന് UKG. അമൃത വിദ്യാലയം പത്തനംതിട്ടയിലാണ് അവര് പഠിക്കുന്നത്.
ഓ, ഒരു ടിഫിൻ ബോക്സ് കൊണ്ടുവന്നേ കേട്ടോ, കണ്ടോ? സ്പൈഡർമാന്റെ ടിഫിൻ ബോക്സ്. മാറ്റി, ഇവിടെ അല്ലേ സ്പൈഡർമാൻ ഉള്ളൂ. പോണ കാണാം. ഇവിടെയാ സ്പൈഡർമാൻ, കണ്ടോ? കാണാം. എന്നിട്ട് സ്പൈഡർമാൻ എന്ന് പറഞ്ഞു കൊടുത്തേ. ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. സ്പൈഡർമാൻ. അവൻ അത്രേ പറയാൻ അറിയത്തുള്ളൂ കേട്ടോ. അതാണ്. ഇനി എന്ത് ചെയ്യാൻ പോകുന്നേ സ്പൈഡർമാൻ? സ്പൈഡർമാൻ കളർ കൊടുക്കാൻ പോവുക. മോന്റെ പേര് അർണവ് രതീഷ് എന്നാണേ. അർണവ് എന്ന പേര്, നമ്മൾ അവനെ റിച്ചുട്ട എന്നാ വിളിക്കുന്നേ. പിന്നെ മോടെ പേര് ആത്മിക രതീഷ്. നമ്മൾ വിളിക്കുന്നത് കല്യാണിക്കുട്ടിയാണ്. കളറിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മൊബൈല് കാണാനാണോ കളർ ചെയ്യാനാണോ ഇഷ്ടം? തിങ്ക് തിങ്ക് തിങ്ക്. എഴുതാനോ? എന്താ എഴുതാ അറിയാവുന്നേ? ഒത്തിരി എഴുതാ അറിയോ? എന്തൊക്കെ അറിയാം? അറിയാം. മേരി ദേവസി. ഹായ്. ഹായ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? റിച്ചുട്ടൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? പറഞ്ഞു കൊടുത്തേ. UKG ഞങ്ങൾ പഠിക്കുന്നത്. UKG അല്ലേ? UKG എവിടാ പഠിക്കുന്നേ? പത്തനംതിട്ട അമൃത വിദ്യാലയം. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? പറഞ്ഞു കൊടുത്തേ. ക്ലാസ് ടീച്ചറിന്റെ പേര് അറിയത്തില്ല, മറന്നുപോയോ? വിദ്യ ടീച്ചർ. വിദ്യ ടീച്ചർ ഇഷ്ടാണോ? ഫൈൻ. KG. ഓ, KG. ഗുഡ് ഗുഡ്. പിന്നെ സുഖാണോ? എല്ലാവർക്കും സുഖാണോ? ചായ കുടിച്ചോ? ഇന്നെന്താണ് ചായക്ക് സ്നാക്സ് ഉണ്ടാക്കിയേക്കുന്നേ? സ്പെഷ്യൽ ഇന്ന് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ തരും? കൊറിയർ അയക്കണോ? കൊറിയർ അയച്ചാ മതിയോ? സൊമാറ്റോ വേണോ സ്വിഗ്ഗി വേണോ? ഏത് വഴി അയക്കണം? ഞങ്ങള് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യാം അല്ലെ? അപ്പം കഴിച്ചാ മതി അല്ലേ? ചുറ്റിന് എന്തിനാ കളർ ചെയ്യുന്നേ? കാണിച്ച്. കൊള്ളാലോ. പിന്നെ ജോക്കറിനെ പറ്റും. പിന്നെ ഈ ബുക്കിനെയും പറ്റും. ജോക്കറിനെ വരയ്ക്കും. ഈ ബുക്കിനെയോ? എപ്പോഴും മൊബൈൽ കാണില്ല പണി. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓരോ കളറിംഗ് ബുക്കും പിന്നെ കുറെ ഔട്ട്സൈഡ് ഗെയിമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. ഇല്ലെങ്കിൽ അപ്പൊ പോവും മൊബൈൽ എടുത്തോണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് കണ്ടോണ്ടിരിക്കും. ഈ കണ്ടില്ലേ അവനെ പറ്റി പറഞ്ഞ അവൻ അങ്ങനാ. ഫേസ് ഒന്ന് കാണാൻ നോക്കിയേ. ആ പല്ലൊന്നും ഇല്ല കേട്ടോ. പല്ലൊക്കെ പോയി. ഇവൻ ഞങ്ങളുടെ പോക്കിരി കുട്ടിയാണ് അല്ലേ? ഇവിടുത്തെ ഗുണ്ടയാണ്, ഗുണ്ട അല്ലേ? ആരെ? അവിടുത്തെ പൂച്ചേനെ നടിച്ചിട്ടുണ്ട്. പൂച്ചയുടെ പേരെന്നാ? പൂച്ചയുടെ പേര് സുട്ടു. ഇന്നലെ രാത്രി സുട്ടുവിനെ കാണാതായി കേട്ടോ. എന്നിട്ട് അവിടുത്തെ പിള്ളേര് ഇവിടെ തെരഞ്ഞു വന്നു. സുട്ടു എന്റെയെന്ന് ചോദിച്ചിട്ട്, ദൈവമേ ഞങ്ങളാണ് ലാസ്റ്റ് സുട്ടുവിനെ വെച്ച് ലൈവ് എടുത്തത്. ഇനി സുട്ടുവിനാണല്ലോ വിളിച്ചോണ്ട് പോയിക്കാരോ, ഞങ്ങളാണല്ലോ അതിന്റെ ഉത്തരവാദികള് എന്ന് വിചാരിച്ചു ഞങ്ങളൊക്കെ പേടിച്ചു. സുട്ടു അപ്പയ്ക്ക് ദാന്ന് പറയണ പോലെ ഓടിയാറ് വീട്ടിലെത്തി. ഞങ്ങൾക്ക് ആശ്വാസമായി. കാരണം ഞങ്ങൾ അവനെ കുറെ കളിപ്പിച്ചിരുന്നു. വൈകുന്നേരം നേരത്തെ കളിപ്പിച്ചത്. പിന്നെ ഇടയ്ക്കൊരു ചാട്ടം ചാടിയപ്പോ കല്യാണിക്കുട്ടിയുടെ കയ്യിൽ ചെറുതായിട്ടൊന്നു നഖം കൊണ്ടോ ഇല്ലയോ എന്നൊരു പേടിയായപ്പോഴേക്കും ഞങ്ങൾ കളി എല്ലാം മതിയൊക്കെ അകത്ത് കയറി കല്യാണിയുടെ കൈ ഡെറ്റോളൊക്കെ വെച്ചൊന്ന് കഴുകി കൊടുത്തു നോക്കി. അപ്പൊ നീറ്റിലൊന്നും ഇല്ല. അപ്പൊ മനസ്സിലായി കൊണ്ടില്ല. പിന്നെ ഞങ്ങൾ സുട്ടുവിനെ കണ്ടില്ല. പിന്നെ ഒരു 9:30 അവര് വന്ന് നോക്കുന്നു, സുട്ടുവിനെ കണ്ടോ? സുട്ടു എവിടെ പോയി എന്നറിയത്തില്ല എന്ന്. പിന്നെ സുട്ടുവിനെ കിട്ടി. അപ്പൊ സമാധാനമായി. ഇന്ന് പിന്നെ സുട്ടുവിന്റെ അടുത്തൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ.
സുട്ടു വന്നില്ല. സുട്ടു വന്നില്ല, ഞങ്ങൾ പോയൂല. രിച്ചുവിന്റെ പല്ല് കൊള്ളാന്ന്, ഗിരി പല്ല് കൊള്ളാന്ന്. താങ്ക് യു. അത്രയ്ക്ക് കാണിക്കാനൊന്നും ഇല്ല അല്ലേ. താങ്ക് യു പറഞ്ഞ താങ്ക് യു. ആ ആന്റിയുടെ മോന്റെ സ്മൈല് പോലെ ഉണ്ടെന്ന് പറഞ്ഞേക്കുവാ. പക്ഷെ ഇപ്പൊ മോന്റെ സ്മൈലില്ല. എന്താ തോന്നുന്നത്? രാക്ഷസനാ, രാക്ഷസൻ. രാക്ഷസ സ്മൈല് പോലെ ഉണ്ടോ? ഇവിടോട്ടിരിക്കും. പിന്നെ ഈ കല്യാണിക്കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? സാധനം എടുക്കാൻ മറന്നുപോയി, നിങ്ങളെ കാണിക്കാനായിട്ടുള്ള എന്റെ ഒരു സ്പെഷ്യൽ സാധനം. അയ്യോ, റിച്ചുട്ടോ നീ ഒന്നും കഴിക്കുന്നില്ലേ? അത്രയ്ക്ക് തടിയായിട്ട് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് തടി ഇല്ലല്ലോ അല്ലേ? കുറച്ച് തടിയുണ്ട്. 62 kg ഉള്ളൂ, വലിയ കൂടുതലൊന്നുമില്ല. ഇവൻ വേണ്ടതൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? ഇവൻ അത്ര വെളിയിൽ നിന്നുള്ള ആഹാരങ്ങൾ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അതല്ലേ കുറച്ചും കൂടെ ഒബിസിറ്റി പോലെ ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഒബിസിറ്റി ഇല്ല, നോർമൽ, കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള വെയിറ്റ് എല്ലാം ഉണ്ടല്ലേ. ഞാൻ പിന്നെ ഓവറായിട്ടൊന്നും കഴിക്കുന്നില്ല. ഇത് 2 കുട്ടികളുടെ അമ്മയല്ലേ, അതിന്റെയൊക്കെ തടിയാണ് അല്ലേ? ഞാൻ എന്റെ വയസ്സ് 5 years ആണല്ലേ? ചേച്ചിയുടെ വയസ്സറിയാവോ? തിങ്ക് 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 10 years. 10 years ആ ചേച്ചിക്ക്. നോ റൈറ്റോ? മനസ്സിലായില്ല. എന്തോ പറഞ്ഞേന്ന് എനിക്ക് പിടി കിട്ടിയില്ല. ഗുഡ് നൈറ്റ്. നല്ല പല്ല്. ഇതാണ് കല്യാണിക്കുട്ടി. നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടിടത്തിന് സ്കൂളില്ലേ എന്നല്ലേ? രാവിലെ രണ്ടെണ്ണത്തിനും കഷ്ടപ്പെട്ട് സ്കൂളിലോട്ട് വിട്ടതാ. 8 മണിയാകുമ്പോഴേക്ക് സ്കൂളിൽ പോയതാ. 10 മണിയാകുമ്പോഴേക്കും വിളിക്കുന്ന ഒരാൾക്ക് ഈ ആൾക്കാണ് പനി എന്ന് പറഞ്ഞിട്ട്. ഇയാൾക്ക് പനി ഉണ്ടോന്ന് ചോദിച്ചാ എനിക്കറിയത്തില്ല കേട്ടോ. സ്കൂളുകാർ പറഞ്ഞു പനിയാന്ന്. ഞാൻ നോക്കിയിട്ട് പനിയൊന്നും കണ്ടില്ല. ഞാൻ ചുമക്കുന്ന കണ്ടിട്ട് പറഞ്ഞതാ. ചുമക്കുന്നത് മൂക്ക് ചീറ്റിട്ട് കണ്ടിട്ട് പനിയാന്ന് പറഞ്ഞത്. പനിയുണ്ടോ? ഒരു പനിയില്ല, ചുമ്മാ ഒരു ദിവസത്തെ ക്ലാസ് അങ്ങനെ പോയി കിട്ടി. ഇന്നത്തെ പിറ്റിയും പോയി, ലൈബ്രറിയും പോയി, പ്രാക്ടീസും പോയി. എന്തുവാ? മൈ നെയിം ഈസ് ആഷ്മി ഫ്രാൻസിസ് ആണോ? മനസ്സിലായില്ല എന്താ ഉദ്ദേശം? ഓ, ഞങ്ങൾ അത്രയൊക്കെ പഠിച്ചു കേട്ടോ. UKG എത്തിയോ? ബാക്കി എന്തോ പഠിച്ചു? ഇംഗ്ലീഷ് എന്തൊക്കെ പഠിച്ചു? ഒന്ന് പറഞ്ഞു കൊടുത്തേ. മൈ നെയിം ഈസ് അല്ല, മൈ നെയിം ഈസ് മൈ നെയിം ഈസ് മൈ നെയിം ഈസ് ബാക്കി അല്ല. ഹായ് അന്തർജനം. ഹായ് ഹായ്, സുഖാണോ? ഇനിയുള്ള വീഡിയോയിലൊക്കെ ഞങ്ങള് മറ്റേ ഗീവവേയുടെ കാര്യം പറയും. പിന്നെ ഹായ് പറയേണ്ടവര് താഴെ കമന്റ് ചെയ്താൽ മതി. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഞങ്ങള് എല്ലാവർക്കും ഒരു ഹായ്, എല്ലാവർക്കും ഒരു ഹായ് പറയും. എല്ലാവർക്കും ഹായ്. ഇറ്റ്സ് ഫൈൻ. Okay, subscribed from 2. Okay, my daughter is also smart. Okay, ലേനിക്കുട്ടി. No right. കളർ ചെയ്യാൻ ഞാനൊരു കാര്യം കാണിക്കട്ടെ. ഈ പേജില് ഞാനൊരു പിക്ചർ വരയ്ക്കും. അത് നിങ്ങളെ ഞാൻ കാണിക്കത്തില്ല. എൻ്റെ ഫോണും ഇല്ല, ട്രേസ് അടിക്കാനും ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇത് വരച്ചിട്ട് അമ്മേനെ കാണിക്കും. അപ്പൊ അമ്മ നിങ്ങളെ കാണിക്കും. ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചെടുത്ത ട്രേസ് അടിക്കാനൊന്നുമില്ല. ഇവിടെ ട്രേസ് അടിക്കാനൊന്നുമില്ല. ട്രേസ് അടിക്കുന്നില്ല, വരയ്ക്കാനൊക്കെ പറ്റില്ല. ഈ ഫോൺ നമ്മൾ മാറ്റി വെച്ചു, നമ്മൾ ഓൺ ആക്കുന്നില്ലല്ലോ. ഞാൻ വരയ്ക്കാൻ പോണേ. അംബിക ചേച്ചി
എന്താ വിശേഷം? സുഖാണോ? കേട്ടാ ഉം. ചേച്ചിയുടെ മൊബൈലുണ്ടോ? പോക്കറ്റ് പോലും ഇല്ല എന്റെ പാന്റിന്. പോക്കറ്റ് പോലും ഇല്ല എന്റെ പാന്റിന്. ലൈവില് ദൈവമേ, നിങ്ങളൊക്കെ ഇവിടുന്ന് ഓടി പോണ്ടി വരും കേട്ടോ. ഇവിടുത്തെ ഒരു കാര്യം പറയണ്ട. ഞാൻ ബുക്ക് വരെ കുറഞ്ഞു കാണിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ കുറെ 2 പോക്കിരികള്? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഊരിട്ട് കൊടി ഇല്ല. കൊടി ഇല്ല. കൊടി ഇല്ല. നീ കളർ കൊച്ചിനെ കളർ ചെയ്യുക. ഓക്കേ. എന്റെ മേഘാറ്റ് ടോയ്ലറ്റ്. മേ അതും പഠിച്ചിട്ടുണ്ട് കേട്ടോ. മേ ഐ ഗോ ടു ടോയ്ലറ്റ്. നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമേ സ്കൂളിൽ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അത് LKG പഠിച്ചതാ അല്ലേ റിച്ചുട്ടാ? പിന്നെ എന്തുവാ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോ റിച്ചുട്ട് എന്തോ പറയുന്നേ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചർ. പിന്നെന്തോ പറയുന്നേ പറ. പിന്നെ പഠിക്കല്ല. ഒന്നും പറയത്തില്ലയോ? ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തേ. അർജുൻ, ഹരിദേവ്, ശങ്കർ. Yes, the phone's friend will know that the week വീട് വീട് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരാണ് എന്റെ വീട്. നല്ല കുട്ടി എന്നാണ് ഇവര് പറഞ്ഞത് കേട്ടോ. കുറച്ച് കഴിഞ്ഞാ പറയും നല്ല കുട്ടിയല്ലെന്ന്. കേട്ടല്ലോ. കല്യാണിക്കുട്ടി എവിടെ കിടക്കുന്നേ? അവിടുന്ന് എണീറ്റേ. എണീക്ക്. ഞങ്ങളുടെ റൂമിൽ പോയി വരയ്ക്കാം, അല്ല ഹോളിൽ ഇരുന്ന് വരയ്ക്കാം. അവിടെ ഇരുന്ന് വരച്ചോ. അല്ലെങ്കിൽ കല്യാണിക്കുട്ടി ഡ്രോയിങ്സ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഡ്രോയിങ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ എന്റെ ഒരു ഫ്ലോപ്പ് ആയ പിക്ചറാണ്. ഇതൊരു ഫ്ലോപ്പ് ആയതാണ്. സെക്കൻഡ് ഇങ്ങനെ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണാനത് ഭയങ്കര ഭംഗി. പിന്നെ അയ്യോ, ഒരു പെൻസിൽ ഷെയ്ഡ്. നെക്സ്റ്റ്. അയ്യോ, ഞാൻ ഇവിടെ പേജ് കിട്ടും. ടീച്ചർ ഡ്രോയിങ്സ് കാണിക്കുമല്ലേ? ഈ അവക്കാടോ മാത്രമേ ഞാൻ ഡ്രോയിങ്ങിൽ വരച്ചിട്ടുള്ളൂ. ഈ സീഡ് ഞാൻ തന്നെ വരച്ചു. അതിന്റെ ആയിട്ടുള്ളൊരു പോരായ്മ കാണാനുണ്ട്. സീഡ് ഇതെല്ലാം കല്യാണിക്കുട്ടിയുടെ ഡ്രോയിങ്സ് ആ കേട്ടോ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റിയ ഒരു പിക്ചർ നോക്കിയിട്ട് പെട്ടെന്ന് വരച്ചതാണ്. കല്യാണിക്കുട്ടിക്ക് ആരുടെയും ഫേസ് വരയ്ക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്നുകിൽ തിരിഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ കണ്ണും മൂക്കും ഒന്നും ഉണ്ടാവില്ല. അത് വരയ്ക്കാൻ മാത്രം അവർക്ക് അറിയത്തില്ല. അപ്പൊ അവിടെ അത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം. കല്യാണിക്കുട്ടി വാഴയുടെ പടം വരച്ചില്ലേ? ഹാഷിറിന്റെ പടം. ഹാഷിറിന്റെ എടുത്തിട്ട് വന്നേ. ഹാഷിറിന്റെ ഏതോ ഒരു ബുക്കില് ഹാഷിറിന്റെ കള ആയാണ്ട് ഞാൻ കാണിക്കുന്നില്ല. അത് ഹാഷിറിനും ഫേസിൽ കണ്ണും മൂക്കൊന്നും ഇല്ല കേട്ടോ. കാരണം അത് വരയ്ക്കാൻ അറിയത്തില്ല. ഫേസ്ലെസ്സിലെ ഞാൻ എടുത്തിട്ടില്ല. ഫേസ്ലെസ് മാത്രമേ ഉള്ളൂ. അത് വരയ്ക്കാൻ അങ്ങ് സെറ്റ് ആയിട്ടില്ല. കണ്ണും മൂക്കും ഒക്കെ വരച്ചു കഴിഞ്ഞാല് ആളുടെ ഫേസ് ലുക്കേ മാറും. അപ്പൊ അതുകൊണ്ട് അത് വരയ്ക്കത്തില്ല. അല്ലാതെ ഫേസ്ലെസ് ആയിട്ട് എല്ലാരെയും വരയ്ക്കും. ഡ്രോയ്ക്കകത്തുണ്ട് പൊന്നോ. ഡ്രോയ്ക്കകത്തുണ്ട് എടുത്തിട്ട് വാ. I liked it because it was a flop move. മനസ്സിലാവില്ല കേട്ടോ എന്താണ് പാട്ട്. കല്യാണം
പാട്ട് പാടാൻ അറിയത്തില്ല, പക്ഷേ കല്യാണിക്കുട്ടിക്ക് പാട്ട് പാടാൻ അറിയാം. അല്ലെങ്കിൽ ഞാൻ പാടാൻ പറയാം. കല്യാണിക്കുട്ടിക്ക് വന്നൊരു പാട്ട് പാടി കൊടുക്കാം. റിച്ചു, ഞാൻ പെണങ്ങും കേട്ടോ. ഞാൻ ഒരു പേട വാങ്ങിത്തരാം. അല്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കൊടുത്തേ. അമൃത വിദ്യാലയം പത്തനംതിട്ടയില്ല കേട്ടോ, കല്ലറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താ. പത്തനംതിട്ട കല്ലറക്കടവ് അമൃത വിദ്യാലയത്തിൽ അവർ രണ്ടുപേരും പഠിക്കുന്നു. അയ്യോ, ഇത് ഇവിടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇതാ. കല്യാണി വാ, അടുത്ത് എന്താ പാട്ട് പാടിക്കൊടുത്ത ഒരു പാട്ട്. ഏത് പാട്ട്? പണിയാണിത്. വാഴയില പാട്ട് പാടി. വാഴയില പാട്ട് പാടിത്തരും കേട്ടോ. ഏത് പാട്ട്? വാഴയില പാട്ട്. ഏത്? എന്താ പെണങ്ങി പോവല്ലേ? കുറച്ചായിരുന്നു. അറിയാവുന്നത്ര പാടിപ്പോ. ആദ്യത്തിലായിരുന്നു എന്തായിട്ടുള്ളൂ. എന്നാ അറിയാം. അറിയാം, കിട്ടി. ഇരുകോണിൽ കഴിയല്ലേ പറയാതെ, ഇരുകോണിൽ കഴിയല്ലേ തമ്മിൽ പിണങ്ങിപ്പോയല്ലേ കാണാതെ കണ്ണേ നമ്മൾക്കു നാം പെണ്ണുള്ളേ കൂടെ പിറന്നവരല്ലേ ഹൃദയം മുറിയും അഴലിൽ എന്താലും മകനെ പുറമേ അഴലിൻ ഏതാരും. എനിക്ക് മട്ടക്കരക്കിലെ പാട്ടറിയാം. യൂത്ത് സിനിമ ഒരു പാട്ട് കേട്ടോ. പാട്ട് കൊള്ളാമോ എന്ന് പറയണേ. ആദ്യം രണ്ട് പാട്ടും പാടുന്നേ കേട്ടോ. എണീറ്റിരുന്ന് പാടുവാണെങ്കിൽ ഓക്കെ. ഒരെണ്ണം പാടിയിട്ട് അടുത്തത് പത്തനംതിട്ട ബ്യൂട്ടിഫുൾ പ്ലേസ്. പത്തനംതിട്ട ബ്യൂട്ടിഫുൾ പ്ലേസ് ആ കേട്ടോ, അല്ലേ? മലയോര പ്രദേശമാണ്. തോന്നിപ്പോയി കണ്ടിന്ന ചമ്പത്തി ലാൻഡ് കൊണ്ടുപോയി കേക്കിനകത്ത് കൊണ്ട് ചെന്ന് വെച്ച് ഒരു പാട്ട്. അത് നമ്മുടെ വാഴ 2 പാട്ടാണേ. പാട്. കേട്ടത് ശരിയാക്കാതെ വിട്ടിത് മാറ്റി ഈ പാട്ടൊന്ന് മാറ്റാൻ കേട്ട് മതി. നാളെ മാറ്റി മണി കല്യാണിക്കുട്ടി ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു. കല്യാണിക്കുട്ടി മിടുക്കിയായിട്ട് പാട്ട് പാടും. കല്യാണിക്കുട്ടി ഡ്രോയിങ് ചെയ്യും, ഡാൻസ് കളിക്കും. പിന്നെ അറിച്ചുട്ടനും ഡാൻസ് കളിക്കും. ആഷ്മി ഫ്രാൻസിസ് സോങ് സൂപ്പർ. താങ്ക് യു. അംബിക ചേച്ചി താങ്ക് യു. അല്ല വാഴ 2 നമ്മൾ കണ്ടതാ കേട്ടോ. നമ്മൾ വാഴ 2 കണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടമായി. നല്ല സൂപ്പർ പടം. ആഷിഖ് വീഡിയോസിന് കയറിയ നമ്മുടെ പിള്ളേര് അടിപൊളിയായിരുന്നു. പിന്നെ മേരി ചേച്ചി, യെസ്, നമ്മുടെ അയ്യപ്പന്റെ നാടാണ് പത്തനംതിട്ട. അടിപൊളി സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വീടുണ്ട് അവിടെ. പിന്നെ അപ്പുറത്തൊരു വീടുണ്ട്. ഈ ഫ്രണ്ടിലത്തെ വീട്ടിലെ പൂച്ചയാണ് ഇവിടെ വരാറ്. സുട്ടു
കണ്ടോ? ഉം. ഇതിന്റെ പിക്ചർ കണ്ടോ? ഒരു മിനിറ്റ് ഇപ്പൊ കാണിക്കാമേ. ആ റിച്ചുട്ടൻ ഇപ്പൊ കളർ അടിച്ചതാ കേട്ടോ. കണ്ടില്ലേ റിച്ചുട്ടൻ വെളിയിലൊന്നും പോവാതെ നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ ആരാ പഠിപ്പിച്ചേ? ഗോപിക ടീച്ചറാണോ വിദ്യ ടീച്ചറാണോ? അത് അമ്മയാണോ ചേച്ചിയാണോ ചേച്ചിയാണോ അമ്മയാണോ മാമനാണോ പപ്പയാണോ? സ്പൈഡറിനെ കണ്ട് പേടിയാവുന്നു കേട്ടോ. കണ്ടില്ലേ കണ്ടില്ലേ സ്പൈഡർ? പെണ്ണ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ മറന്നു. അതുകൊണ്ട് ഞാൻ പോയി പെണ്ണ് They both sing well. Okay, thank you. Hi guys, that's the school bus. ആരൊക്കെ പ്രിൻസസ് ആരൊക്കെ? Princess Belle, the favorite Rapunzel, Last Cinderella. തുറന്നാൽ പെൻസിൽ മാത്രമല്ല ഏയ് ഇത് കണ്ടോ? ദേ വഴക്കിടാൻ തുടങ്ങി. എല്ലാരും കാണും കേട്ടോ. ഇതിനകത്തിരിക്കുന്ന എല്ലാരും നീ വഴക്കിടന്നെ കാണും ഇത് കേട്ടോ. കണ്ടോ? ഇതിന്റെ അകത്തുണ്ട് 2 പെണ്ണ്. ഇത് ഇതിന്റെ അകത്തും ബെല്ല് സിൻഡ്രല്ലയും മെർമെയ്ഡും റബൻസിലും ഇതല്ലേ സ്റ്റിക്ക് അറൗണ്ട് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കാണ് നിറച്ചു. ചേച്ചി ഞാന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ലാബ് ടെക്നോളജിസ്റ്റ് ആയിരുന്നു. പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. കഴിഞ്ഞ മാസം ഞാൻ റിസൈൻ വെച്ചു. ഹസ്ബൻഡ് ലീവിന് വന്നിരുന്നേ. അപ്പൊ ലീവ് ഒന്നും കിട്ടിയില്ല. അത് കാരണം കറങ്ങാനൊക്കെ പോകണ്ടേ. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ലീവ് കിട്ടിയില്ലെങ്കിൽ പാടല്ലയോ. അപ്പൊ അതുകൊണ്ടങ്ങ് ഇറങ്ങി. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് കയറണം. അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഹൗസ് വൈഫ് ആയിട്ട് അങ്ങ് പോകുന്നു. ഒരു മാസം ആയില്ല ഇറങ്ങിയിട്ട്, ആവുന്നേ ഉള്ളൂ. ചേച്ചി റിട്ടയർ ആണല്ലേ? ഓക്കെ. മേരി ചേച്ചി എന്ത് ചെയ്യുന്നു? മേരി ചേച്ചി ആയിരുന്നു ഞാൻ റിട്ടയർ. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സോറി. ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. ആഷ്മി എന്ത് ചെയ്യുന്നു? പിന്നെന്താണ് മംഗലശ്ശേരി ദർശാണോ? ഓക്കെ. പിന്നെന്താ കേരള ഫുഡ് യു ആർ ഡ്രോയിങ് വെൽ ആർന്റ് യു? കേരള ഫുഡ് പേര് മനസ്സിലായില്ല. ഷോപ്പ് എന്തെങ്കിലും ഉണ്ടോ? അതാണോ അങ്ങനത്തെ ഒരു പേരിട്ടേക്കുന്നേ? അതോ ചുമ്മാ ഇട്ടതാണോ? ചാനലിന് ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ അതിനകത്ത് ഇടുന്നത്. പിന്നെ എന്താണ്, ചായ കുടിച്ചോ? പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ? എന്റെ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. എന്റെ വീഡിയോസ് കാണണം. ഞാൻ ഒത്തിരി ഷോർട്സ് ഇടുന്നുണ്ട്. പിള്ളേരുടെ ഡാൻസ് ഒക്കെ കൂടുതൽ ഷോർട്സ് ആയിട്ടിടുന്നത്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇടയ്ക്കൊക്കെ ലൈവില് വരാം, നിങ്ങളോടൊക്കെ സംസാരിക്കാം. രസമല്ലേ? ഇപ്പൊ പണിയൊന്നും ഇല്ലാതിരിക്കല്ലേ. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു പണിയാക്കി എടുക്കാമല്ലോ. നമുക്ക് എന്നും എന്താ പറയാ, ജോലിക്ക് പോകുന്നില്ലെങ്കിൽ ഫുൾ ടൈം അടുക്കളയിലാണ് ഈ പെൺകുട്ടികളുടെ ഫുൾ ലൈഫ്. ഇപ്പോഴാണ് അവര് വെളിയിലോട്ട് ഇറങ്ങി എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്. കുറച്ചു കാലേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ? പക്ഷെ അമ്മ അങ്ങനല്ല. അമ്മ വീട്ടില് പണി എടുക്കത്തില്ല. ചിലപ്പോഴൊക്കെ പണി എടുക്കത്തുള്ളൂ. എന്തെങ്കിലും ചെറിയൊക്കെ പണി എടുക്കും. അല്ലേ നമ്മ വീഡിയോ എഡിറ്റ് ചെയ്യും, സിനിമ കാണും, അല്ലെ ഫോൺ നോക്കും. അമ്മയെ കുറ്റം പറയുന്ന മോള് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് എന്റെ മോള്. ഞാൻ പക്ഷെ കുറ്റം പറഞ്ഞല്ല, സത്യം പറഞ്ഞു. സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ വേണം. ആ സ്പെഷ്യൽ ഡിഷിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി തരും. ഇടയ്ക്കൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് എപ്പോഴും ഉണ്ടാക്കി തരാറില്ലല്ലോ. ഇല്ലല്ലോ. എന്നാ ഹെൽത്തി ഫുഡ് അല്ലേ കഴിക്കാൻ പാടുള്ളൂ. നോൺ ഹെൽത്തി കഴിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ കാണിച്ചു. ഒരു മിനിറ്റ്, റിച്ചൂട്ടൻ ഒരു കാര്യം കാണിക്കാനുണ്ട് കേട്ടോ. ഒരു സെക്കൻഡേ.
ഇപ്പൊ കാണിക്കട്ടെ. എന്തുവാ? എന്റെ പിക്ചർ കണ്ട നെറ്റിപ്പോ. പിക്ചർ കണ്ടാ ഞെട്ടിപ്പോ. ഞെട്ടിക്കോ, എല്ലാരും ഞെട്ടിക്കോ. ഞെട്ടിയോ? ആരൊക്കെ ഞെട്ടിയെന്ന് ഹാൻഡ് റൈസ് ചെയ്ത? ഞെട്ടിയവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോ. എത്ര പേര് ഞെട്ടി നോക്കാലോ. ഒരു ഡാൻസ് കളിച്ചെടുത്തേ. ഡാൻസ് ഓക്കെ. റെയിനിങ് ഡെയർ ഇല്ല കേട്ടോ. മഴ രാവിലെ ഉണ്ടായിരുന്നു, നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പെയ്തില്ല. ഇപ്പൊ നല്ല വെയിലാണ്. കണ്ടിരുന്നു നിങ്ങളുടെ ആകാശം നീലാകാശം. ഒരു 11 മണിക്ക് ശേഷാട്ടോ ഇവിടെ വെയിൽ വന്നു തുടങ്ങിയത്. അതിനു മുന്നേ നല്ല മഴക്കോളൊക്കെ ആയിരുന്നു. ഷെഫ് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. പിന്നെ എന്റെ അമ്മയുണ്ട്. ഇതൊക്കെ ചുമ്മാ കിടന്ന് പറയുവാന്നേ, എന്തെങ്കിലൊക്കെ പറയണ്ടേ. ഡു എലിഫന്റ്സ് കം ദെയർ? വരച്ചപ്പോ കൈ വേദനിക്കുക. എന്റെ പെണ്ണിന്റെ ഇങ്ക് തീരാറേ. സ്കൂളിൽ എഴുതിയിട്ട് വീട്ടിൽ എഴുതിയിട്ട് എന്റെ പെണ്ണിന്റെ ഇങ്ക് ഉണ്ട് ഇപ്പൊ. ഇത്ര ഉള്ളു. റിച്ചുട്ടന്റെ പടമൊക്കെ കണ്ട് ഞെട്ടി കേട്ടോ. ഇവിടെ മേരി ചേച്ചി പിന്നെ ഗിരി ഒക്കെ ഹാൻഡ് റൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഞെട്ടി കേട്ടോ പടം കണ്ടിട്ട്. നമുക്ക് ഇന്നൊരു ഈവനിങ് വാക്ക്. മരത്തിൽ കയറണ്ട, വീഴും. എന്താ മരത്തിൽ കയറാൻ പോവാണേ. അയ്യോ 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 അയ്യോ. അത്ര ഞാൻ കേറിയിട്ടാണ് ഈ തെറ്റൊരു സൈഡിലോട്ട് ചെരിഞ്ഞു പോയത്. കണ്ടില്ലേ ഗൈസ്? കേറി കണ്ടോ ഗൈസ്? ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോണ്ടെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്കിനി കാണാം അടുത്ത വീഡിയോയുമായിട്ട്. അടുത്ത ലൈവില് വരാം. എല്ലാരും കുട്ടി വായോ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. വരച്ചുള്ളൂ അപ്പോഴേക്കും ഫോട്ടോ എടുക്കുവാണ്, ഒരാള് ചായ കുടിക്കുവാണ്. തീരല്ലേ അങ്ങനെ ഇച്ചിരി കുശുമ്പ. ഓക്കെ, ബൈ ബൈ, സീ യു. ഇറങ്ങുവാണേ. ഓക്കെ, ബൈ ബൈ. ആഷ്മി ടാറ്റാ, ബൈ. മേരി ചേച്ചി ഓക്കെ, കണ്ടു അല്ലേ? ഓക്കെ ഓക്കെ. അവൻ പോക്കിരി, അവൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓക്കെ, ബൈ. ലക്റ്റീവ് ആണേ. ബൈ. ഓക്കെ.